ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്ന താരം അത് 39 വയസ്സുള്ള മെസ്സിയാണ്. 5 ഗോളുകൾ ഇതിനോടകം തന്നെ 2 മത്സരങ്ങളിൽ നിന്നായിക്കൊണ്ട് മെസ്സി നേടിക്കഴിഞ്ഞിട്ടുണ്ട്. മെസ്സിയുടെ പ്രകടനം എല്ലാവരെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പ്രസ് കോൺഫറൻസിലും താരങ്ങളോടും പരിശീലകരോടും മെസ്സിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇന്നലെ ജപ്പാന്റെ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഇതിൽ ജപ്പാന്റെ പരിശീലകനായ മൊറിയാസുവിനോടും മെസ്സിയെക്കുറിച്ച് ചോദിച്ചിരുന്നു. അതായത് മെസ്സിയെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നാൽ എങ്ങനെയാണ് അദ്ദേഹത്തെ തടയുക എന്നായിരുന്നു ചോദ്യം. എന്നാൽ അത് ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല എന്ന ഒരു മറുപടിയാണ് മൊറിയാസു നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഈ അടുത്തൊന്നും അർജന്റീനയെ നേരിടേണ്ടി വരില്ല എന്നാണ് തൻ്റെ പ്രതീക്ഷയൊന്നും ഇപ്പോൾ മൊറിയാസു പറഞ്ഞിട്ടുണ്ട്. ജപ്പാൻ പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മെസ്സിയെ തടയുന്ന കാര്യത്തിൽ ഞാൻ എന്ത് പറയാനാണ്? മറ്റൊരു ലെവലിൽ ഉള്ള ഒരു സൂപ്പർ ഹീറോയായ അസാധാരണമായ ഒരു താരത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. മെസ്സിയെ എങ്ങനെ തടയും? അത് ഓരോ പരിശീലകരും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മെസ്സിയെ തടയാനുള്ള ഒരൊറ്റ മാർഗവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഈ അടുത്തൊന്നും അർജന്റീനയെ നേരിടേണ്ടി വരില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതാണ് ജപ്പാന്റെ പരിശീലകനായ മൊറിയാസു പറഞ്ഞിട്ടുള്ളത്. മെസ്സി എത്രത്തോളം ഡേഞ്ചറസ് ആണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. ഏതായാലും ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ നിർണായകമായ ഒരു മത്സരം അവരെ കാത്തിരിക്കുന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ അവർക്ക് വിജയിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനുള്ള ഒരു ശ്രമവും ജപ്പാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചാൽ മാത്രമാണ് അവർക്ക് ബ്രസീലിനെ അടുത്ത റൗണ്ടിൽ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ മത്സരത്തിൽ ജപ്പാന്റെ എതിരാളികൾ സ്വീഡനാണ്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 4:30 ഈ ഒരു മത്സരം അരങ്ങേറുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.